ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഷാപ്പിലേക്കാണ്. ഷാപ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഫാമിലിയായിട്ട് പോകാൻ പറ്റുന്ന ഷാപ്പാണ്. അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഫുഡ് ഷാപ്പെന്ന് പറയുമ്പോൾ അറിയാം, നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളായിട്ട് കൂടെ ഇന്ന് ഞങ്ങൾ പോകുന്ന ഷാപ്പിൻ്റെ പേരെന്ന് പറയുന്നത് ഗരുഡഗിരി എന്നാണ്. അങ്ങനെ ഞങ്ങൾ ഗരുഡഗിരിയുടെ അവിടെ എത്തി. ഗരുഡഗിരിയുടെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് മുഴുവൻ പാടമാണ്. അതാണെങ്കിൽ മുളച്ച് നിൽക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു പച്ചപ്പും കാര്യങ്ങളും കാണാൻ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടതേ ഗരുഡഗിരിയിലോട്ട് കയറാൻ വേണ്ടി നോക്കുവാണ്. ഗരുഡഗിരിയിൽ നമുക്ക് ഏത് രീതിയിലുള്ള സിറ്റിങ്സും ഉണ്ട്. AC അറേഞ്ച് ചെയ്തായിട്ടുണ്ട്, അല്ല നോർമൽ കൂരയ്ക്കായിട്ട് ഇരിക്കുന്ന രീതിയുണ്ട്. നമുക്ക് ഏതാണ് കംഫർട്ടബിൾ അത് നമുക്ക് ചൂസ് ചെയ്യാം. പാർക്കിംഗ് ഏരിയ വലിയ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഇവിടെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങനെയാണോ അതനുസരിച്ചിരിക്കാം. അങ്ങനെ അമ്മയും ഹസ്ബൻഡും കൂടി എവിടെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടോ എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അവർ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് നമ്മുടെ തൊട്ട് ബാക്കിലുള്ള ആ ഒരു ഏരിയയിൽ എവിടെയോ നമുക്കിരിക്കാൻ സ്ഥലമുണ്ടെന്നാണ്. അങ്ങനെ പുറകിലുള്ള റൂമാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഷീറ്റ് കൊണ്ടാണ് അവർ മറച്ചേക്കുന്നത്. തരക്കേടില്ലാതെ ഒരു 8-9 പേർക്കെങ്കിലും ഇതിനകത്തിരിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് വന്നു. പാൽക്കപ്പ സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ പന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോർമൽ ഒരു ഊണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ ഞങ്ങൾ 2 ഐറ്റം കൂടി പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് മീൻ തലക്കറിയാണ്. മീൻ തലക്കറി വന്ന ഉടനെ എൻ്റെ ഹസ്ബൻഡ് അത് അറ്റാക്ക് ചെയ്യാണ്. ആ അറ്റാക്ക് ചെയ്യുന്ന രംഗങ്ങളാണ് നിങ്ങളീ കാണുന്നത്. പുള്ളിക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ എക്സ്പ്രഷൻ മുഴുവൻ ആ മുഖത്ത് കാണാനുണ്ട്. കൂടാതെ അമ്മയും അതിന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ ചെറിയ പൊടിമീൻ വറുത്തതും ഞങ്ങൾക്ക് കൊണ്ടു തന്നു. അതും സൂപ്പറായിരുന്നു, നല്ല മീനായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങി. ഫ്രണ്ടിലൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് നടന്നു നോക്കിയതാണ്. ഫ്രണ്ടിലും കുറേ റൂമുകളും പാർക്കിംഗ് ഏരിയ അവർ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. കുറഞ്ഞതൊരു 50-60 പേർക്കെങ്കിലും അറ്റ് എ ടൈം സെർവ് ചെയ്യാമെന്നുള്ള രീതിയിൽ അവർക്ക് അവിടെ അറേഞ്ച്മെൻറ്റ്സും പാർക്കിംഗ് ഏരിയസൊക്കെ ഉണ്ട്. ഗരുഡഗിരി എന്ന് പറയുന്ന ഈ ഒരു 2D റെസ്റ്റോറൻറ്റ് മസ്റ്റ് വിസിറ്റാണ്. ഫാമിലി എന്നില്ല, സിംഗിൾ എന്നില്ല, ബാച്ചിലേഴ്സ് ആണെങ്കിൽ ആർക്കും വേണമെങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. വെൽ നീറ്റ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഫുഡെല്ലാം. ഇനിയും അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൂടുതൽ ഫുഡ് ട്രൈ ചെയ്യാനുള്ള ഒരു ടൈം കണ്ടെത്തി ഇവിടെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നിങ്ങളും മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യുക. ഇത് അഡ്വർടൈസ്മെൻ്റ് ഒന്നുമല്ല, മസ്റ്റ് വിസിറ്റ് ഏരിയ ആണ്. Hope you enjoyed the video. Like, share, comment and subscribe. Bye.